തൻ്റെ ഇണയുടെ മാറിടത്തിനോട് അഭിനിവേശം പുലർത്തുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരു സവിശേഷ സിദ്ധി ലഭിച്ചിരിക്കുന്നത് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് കുറേയേറെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ സ്ത്രീയുടെ രതിമൂർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ ലൈംഗിക അവയവമായ ക്രിസ്ത്രീയെ മാത്രം ഉത്തേജിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ത്രീയുടെ നിപ്പിള് ഉത്തേജിപ്പിച്ച് അല്ലെങ്കിൽ നിപ്പിൾ ഗാസം എന്ന പ്രക്രിയയിലൂടെ സ്ത്രീക്ക് സന്തോഷം നൽകുവാനായിട്ട് കഴിയുമെന്നും, എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തിനേറെ സ്ത്രീകൾക്ക് പോലും കൃത്യമായ ഒരു അവബോധമില്ല എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പഠനങ്ങളൊക്കെയും പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ചില പ്രത്യേകതകളും പരിണാമപരമായിട്ടുണ്ടായ ചില സ്വഭാവ സവിശേഷതകളുമാണ് ഈ നിപ്പിൾ ഗാസം എന്ന പ്രതിഭാസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ക്രിസരിയിൽ സംഭവിക്കുന്ന ചലനങ്ങൾ എന്തോ അതേ ചലനങ്ങൾ തന്നെ അല്ലെങ്കിൽ അതിന് സമാനമായ സിഗ്നലുകൾ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് ലഭിക്കുന്നത്. തലച്ചോറിൽ ജെനിറ്റൽ സെൻസറി കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൈംഗികപരമായ സ്പർശനം, ചിന്തകൾ, വികാരം, സംതൃപ്തി, സന്തോഷം, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട പെട്ടെന്ന് സന്തോഷം അല്ലെങ്കിൽ ഉണർവ് കിട്ടുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള എല്ലാ വികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ രഹസ്യ ഭാഗത്ത് അല്ലെങ്കിൽ യോനിയിൽ സംഭവിക്കുന്ന അതേ സ്പർശനം അല്ലെങ്കിൽ അപ്പോൾ ലഭിക്കുന്ന ഇതിന് സമാനമായ ഒരു സിഗ്നൽ തന്നെയാണ് സ്ത്രീയുടെ മാറിടത്തിൽ സ്പർശിക്കുമ്പോഴും തലച്ചോറിലേക്ക് പോകുന്നതെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ തന്നെ പറയാറുണ്ട്, എനിക്ക് ആ ഒരു ഭാഗത്ത് തൊട്ടെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് സന്തോഷമോ ഒരു സുഖമൊന്നുമില്ല, ഒരു അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓർഗാസമൊന്നും ലഭിക്കത്തില്ല എന്ന്. തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അല്ലെങ്കിൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയേ അല്ല. ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ലൈംഗികപരമായ കാര്യങ്ങളും ചിന്തകളും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് ക്രിസരിയിൽ സ്പർശിക്കുമ്പോഴും മാറിടത്തിൽ സ്പർശിക്കുമ്പോഴും ലഭിക്കുന്ന സിഗ്നൽ ഒന്ന് തന്നെയാണ്. അപ്പം മാറിടത്തെ നമുക്ക് പലതരത്തിൽ നാവ് കൊണ്ട്, കൈവിരലുകൾ കൊണ്ട്, വായ കൊണ്ടൊക്കെ ഉത്തേജിപ്പിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും തലച്ചോറിലേക്ക് ഈ മെസ്സേജ് എല്ലാം പാസ് ചെയ്യുന്നത് ഒരേ ഒരു സിഗ്നൽ മാത്രമാണ്. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അത് ഓരോ ദിവസവും പുതിയ അനുഭവങ്ങൾ, പുതിയ അനുഭൂതിക്കായിട്ട് കാത്തിരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഒരു സ്ത്രീയെ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ സ്പർശിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ചലനം, ഒരേ തരത്തിലുള്ള സ്പർശനം, ഒരേ രീതിയിൽ ആവർത്തിച്ച് ചെയ്യുമ്പോൾ, ഒരേ പൊസിഷനിൽ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബോറടിക്കുന്നു എന്ന് തോന്നുന്നതിന് കാരണം തലച്ചോറ് ഒരേ തരത്തിലുള്ള ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ സിഗ്നലുകളെ പാടെ അവഗണിക്കുന്നു. തലച്ചോറിനെന്നും പുതുമ വേണം, പുതിയ അനുഭവങ്ങൾ വേണം, പുതിയ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കിട്ടുന്നതാണ് തലച്ചോറ് ആസ്വദിക്കുന്നത്. അപ്പോൾ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ഒരേ പാറ്റേൺ അങ്ങ് ചെന്ന് കഴിയുമ്പം പുള്ളി ഔട്ട് ഓഫ് കവറേജിലേക്ക് പോകും. അതിന് തലച്ചോറിന് ഒരു സന്തോഷം തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പങ്കാളിയോടൊത്തുള്ള ബന്ധം വിരസമായിട്ട് തോന്നും. പുതിയ ഒരാളുടെ അടുത്ത് പോകുവാനോ ഈ മറ്റ് ബന്ധങ്ങൾ സ്ഥാപിക്കാനോ ഒക്കെ തോന്നുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീയുടെ യോനി, ക്രിസരി, സെർവിക്സ്, ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സമാനമായ സിഗ്നലുകൾ തന്നെയാണ് ഒരു സ്ത്രീയുടെ മാറിടത്തിൽ സ്പർശിക്കുമ്പോഴും തലച്ചോറിൻ്റെ ജെനിറ്റൽ സെർവിക്സ് കോർട്ടെക്സിൽ ലഭിക്കുന്നതെന്ന കാര്യം മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരേ രീതിയിൽ ഹാർഡായിട്ട്, ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള സ്പർശനമാണ് ഇഷ്ടം. ചിലർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കാം, ചിലർക്ക് അല്പം ഹാർഡായിട്ടുള്ളതായിരിക്കാം. അത് ഓരോ മനുഷ്യൻ്റെയും ശരീര പ്രകൃതിയുമായിട്ടും അവരുടെ മാനസികമായ പ്രത്യേകതകളൊക്കെ ആശ്രയിച്ചിട്ട് ഇരിക്കുന്ന കാര്യവുമാണ്. എന്നാൽ
മനസ്സിലാക്കേണ്ട കാര്യം, തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ യോനി ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സംവേദനം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചലനവും മാറത്തിലുണ്ടാകുന്ന സ്പർശനവും തലച്ചോറിന് നൽകുന്ന സിഗ്നല് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യമായി എന്ന് വരികയില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരേ ദിവസം പെട്ടെന്ന് അവർക്ക് സുഖം കിട്ടണം, പോകണം എന്ന ഒരു ധാരണയോടെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് അവിടെ നടക്കുന്ന എന്താണെന്ന് തലച്ചോറിന് അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയം ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങളല്പം സാവകാശത്തോടെ ചെയ്തു കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് എന്ന് തലച്ചോറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഇതിനെ രണ്ടിനെ ഒരേ രീതിയിൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാനും തലച്ചോറിന് കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പലപ്പോഴും ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും സ്ത്രീകൾക്ക് ഈ അവരുടെ മാറിടത്തിലുള്ള സ്പർശനം അത്ര സുഖകരമായിരിക്കില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം സാധാരണ എപ്പോൾ സ്പർശിച്ചാലും സന്തോഷമായിരിക്കാം. എന്നാൽ ചിലരെ സംബന്ധിച്ച് പീരീഡ്സ് ആകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്തൊക്കെ ശരീരത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നവരുണ്ട്, അവിടെ ഒരു പ്രശ്നമില്ലാത്തവരുണ്ട്. അപ്പം നിങ്ങളുടെ പങ്കാളിക്ക് അത്തരം ദിവസങ്ങളിൽ അവിടെ വേദനയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് അവർക്കതിന് കുഴപ്പമില്ല എങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടുതൽ സ്റ്റിമുലേഷൻ നൽകി ഇതിലൂടെ മാത്രം ഓർഗാസത്തിലേക്ക് എത്താൻ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. പലപ്പോഴും ലിംഗവലിപ്പത്തിലൊന്നുമല്ല കാര്യമെന്ന് നമ്മൾ പറയാറുണ്ട്. ഗീനസ് ബക്രു പറഞ്ഞ മാതിരി വലിപ്പത്തിലല്ല കാര്യം, വർക്കിലാണ് കാര്യം എന്ന് നമ്മൾ തമാശയായിട്ട് പറയുന്നത്. സ്ത്രീക്കൊരു ഉത്തേജനം ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത് വലിയ അവയവം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ സ്ത്രീയുടെ ശരീരത്തിന് ഏതൊക്കെ ഭാഗങ്ങളിൽ സ്പർശിക്കണം, എവിടേക്ക് ഉത്തേജനം നൽകണം, അവിടെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പെരുമാറുന്നതിലാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. സ്ത്രീയുടെ പണ്ടുകാലം മുതൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഈ ക്രിസരിയിൽ മാത്രമൊന്നും അല്ല ഉത്തേജനം ലഭിക്കുന്നത്, ഈ ഒരു ഭാഗത്തൂടെയും ഓർഗാസം ലഭിക്കും. അത്തരത്തിലുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര മണമാണ്, ഒരു സുഖമില്ല, പിന്നെ അമിതമായ രോമം, ദുർഗന്ധം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അത് വേണ്ട, ഒരു സുഖമില്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അർപ്പക്ക നിമിത്തം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിലൂടെയും അവരുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റും. കുറച്ച് കൂടുതൽ സമയം എടുത്ത് കുറച്ച് ദിവസം ഒന്ന് ക്ഷമാപൂർവ്വം പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. കാരണം തലച്ചോറിലേക്ക് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള സംവേദനം അല്ലെങ്കിൽ രണ്ട് ഭാഗത്ത് നടക്കുന്ന സ്പർശനം എല്ലാം ഒരേ തരത്തിലുള്ള സിഗ്നലുകളാണ് നൽകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.